ഇന്ത്യൻ ജുഡീഷ്യറിയെ തന്നെ ആകെ പിടിച്ചുലച്ച ഒരു സ്റ്റോറി. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിലെ പരമോന്നത പദവിയിലിരുന്ന ഒരു ആളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള ബന്ധങ്ങളെ കുറിച്ച്, നീതിന്യായ സംവിധാനത്തിൽ അതുണ്ടാക്കിയ ആഘാതങ്ങളെ കുറിച്ചൊക്കെ ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറിയിലേക്ക് എത്തിപ്പെട്ടതും ആ സ്റ്റോറിയുടെ ഡെവലപ്മെന്റ്സും അതിന്റെ പരിണാമങ്ങളും ഒന്ന് പങ്കുവെക്കാം. അത് ഞാൻ ആളുടെ പേര് പറഞ്ഞില്ല, ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളുടെ പേര് പറയുന്നില്ല. എനിക്കൊരു ദിവസം ഡൽഹിയിൽ നിന്നും ഒരു പരാതിയുടെ കോപ്പി കിട്ടി. ഇത് മറ്റേ ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഭൂസ്വത്തുക്കൾ, അനധികൃതമായ ഒരുപാട് നടപടിക്രമങ്ങൾ, ഇതെല്ലാം കിട്ടി. അങ്ങനെയാണ് ആ സ്റ്റോറി അടിക്കുന്നതും വി ആർ കൃഷ്ണയരസ്വാമി അത് ഏറ്റെടുക്കുന്നതും അത് പത്രങ്ങളോട് സംസാരിക്കുന്നതും ഇത് നമ്മുടെ ജുഡീഷ്യറിക്ക് ഉണ്ടായ ഏറ്റവും വലിയ കളങ്കമാണെന്ന് പറയുന്നതും. പക്ഷേ അതിൻ്റെ അന്വേഷണം എവിടെ എത്തിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ മരുമോനുണ്ടായിരുന്നു. ആ മരുമോനെതിരെയും വലിയ ആരോപണം വന്നു. അദ്ദേഹത്തിനെതിരെ ചാലക്കുടി ഭാഗത്തും മറ്റും വലിയ തോതിൽ ഭൂസ്വത്തുക്കളുടെ വലിയ കഥകളുണ്ടായി. നമ്മുടെ ദേശാവിലാണ് ഏറ്റവും കൂടുതൽ വന്നത് ആ കഥകളെല്ലാം. ഞാനാണ് ആദ്യം ആ സ്റ്റോറി അടിക്കുന്നത്. അതിനുശേഷം സൂര്യ ടി വിയിൽ ബിജു പങ്കജും ഉണ്ടെന്ന് സ്റ്റോറി ചെയ്തു. അതിനുശേഷമാണ് ദേശാവിൽ വരുന്നത്. പക്ഷെ ദേശാവിൽ കുറച്ചും കൂടി കൂടുതലടിച്ചു. അതാണ്. പിന്നീട് കുറേ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വേറെ കുറേ സ്റ്റോറികൾ വന്നതോടുകൂടി ഈ സ്റ്റോറി അപ്രസക്തമാവുകയും സമൂഹത്തിൽ തിരസ്കരിക്കപ്പെടുകയും ചെയ്തു. അതാണ് അതിൻ്റെ അവസാനം ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുതിർന്ന ആളുകളിൽ ഒരാളായിരുന്നല്ലോ എം ലോറൻസ്. അദ്ദേഹം മരണശേഷവും അദ്ദേഹത്തെ സംബന്ധിച്ച വിവാദങ്ങൾ നിലനിൽക്കുകയാണ്. ലോറൻസുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ എന്താണ്? ലോറൻസ് ഏട്ടൻ ഞാനുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. അതിനൊരു കാരണം, ഞാനൊരു ദ്വീപ് നിവാസിയും അദ്ദേഹം ഒരു ദ്വീപ് നിവാസിയും. അദ്ദേഹം മുളവാട് സ്വദേശിയും ഞാൻ വൈപ്പിൻ സ്വദേശി. അങ്ങനൊരു അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. അത് അന്ന് ശക്തനായിരുന്നു. ഒരാളെ മൈൻഡ് ചെയ്യില്ല, നമ്മളെ മൈൻഡ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു ലൈനായിരുന്നു പുള്ളി. ഒരു ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ലോറൻസിൻ്റെ ഇൻ്റർവ്യൂ അടിയന്തരമായിട്ട് ഇൻ്റർവ്യൂ എടുക്കണം, ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട. ഞാൻ ഇദ്ദേഹത്തെ വിളിച്ച്, അന്ന് മൊബൈലില്ലാത്ത കാലം. ഞാൻ AK സെന്ററിലൊക്കെ വിളിച്ചിട്ടാണ് പുള്ളിനെ കിട്ടുന്നത്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് നാളെ രാവിലെ എന്ന് പറഞ്ഞാൽ 4 മണിക്ക്, വെളുപ്പിന് 4 മണിക്ക് നീ വീട്ടിൽ വാ എന്ന് പറഞ്ഞു. വീട് ഗിരിനഗറിലാണ്, എറണാകുളം. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എനിക്കന്ന് എറണാകുളത്ത് ഗോസ്റ്റേ പാലൊന്നും ഇല്ലാത്തൊരു കാലം, എങ്ങനെ പോവും? അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു കാരണവശാലും 4 മണി കഴിഞ്ഞ് ഞാൻ പോവും, ഞാൻ നിന്നെ വെയിറ്റ് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ബാധ്യതയായി, ഓഫീസിലാണെങ്കിൽ ഈ സ്റ്റോറി കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ പോയി കിടന്നു എറണാകുളത്ത്. അവിടെ നിന്ന് പിന്നെ ഒരു വണ്ടി സംഘടിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഇൻ്റർവ്യൂ എടുത്ത്. അന്നൊന്നും പുള്ളി ഒരു സൗഹൃദം പോലും കാണിക്കില്ല നമ്മളത്. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. പിന്നീട് മാറി വന്നു. അദ്ദേഹം പാർട്ടിന് തരം താഴ്ത്തപ്പെട്ടപ്പോൾ ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തിനോട് മിണ്ടില്ലായിരുന്നു. അന്നെല്ലാം ഞാനാണ്, എന്നെ പോലുള്ള ചില ആൾക്കാരെ അദ്ദേഹത്തിന് മിണ്ടില്ല, സംസാരിക്കാറുള്ളൂ. കാരണം ഞങ്ങളൊന്നും പാർട്ടിക്കാരല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഞങ്ങളെ എവിടെ പുറത്താക്കാൻ? പാർട്ടിയിലുള്ളവരെല്ലാം പുറത്താക്കാൻ പറ്റുള്ളൂ, ഞങ്ങളെ പുറത്താക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളോട് പുള്ളിയും സംസാരിക്കും, ഞങ്ങളും സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ വളരെ കുറച്ച്, ഇപ്പം ഞാൻ ഉണ്ട്, നമ്മുടെ CACC ജയന്തനെ പോലുള്ള ഞങ്ങൾ ഏതാനും കുറച്ച് ആൾക്കാർ മാത്രമേ പുള്ളിയോട് സംസാരിക്കാറുണ്ടായിരുന്നു. അത് പുള്ളിക്ക് വലിയ റിലീഫായിരുന്നു. പിന്നീട് പലവട്ടം പുള്ളിക്ക് എന്നെ നല്ല വിശ്വാസമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തിട്ട് ആത്മകഥ എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകം പല ആൾക്കാരും, ഒരു 3-4 ആൾക്കാർ അതിനകം പുള്ളിയുടെ ആത്മകഥ
എഴുതാനുള്ള ശ്രമം നടത്തിയിരുന്നു. കുറെ ആളുകൾ പരാജയപ്പെടുകയും ചെയ്തു. ഇപ്പൊ അത് അതായത് മരിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു. മരിക്കുന്നതിന് മുമ്പാണോ മരിച്ച ശേഷമാണെന്ന് ഓർമ്മയില്ല. ഇപ്പൊ പുസ്തകമായിട്ടുണ്ട്, ആത്മകഥ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പുള്ളി പലവട്ടം പറഞ്ഞിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പുള്ളി ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കണമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ അത് സാമ്പത്തിക പ്രശ്നം പോലെ അതൊന്നും നടന്നില്ല. അങ്ങനെ വളരെ ക്ലോസ് ആയുള്ള ഒരു അനുഭവമാണ് പുള്ളിയായിട്ടുള്ളത്. EK നായനാരെ സംബന്ധിച്ചും ധാരാളം ഓർമ്മകളുണ്ടല്ലോ. ആ ഉണ്ട്. അതിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു സംഭവം, ഞാൻ നേരത്തെ പറഞ്ഞു തൊട്ടണ്ടി ഗൗരിയമ്മയുടെ ആയുഷ്, കേരളശബ്ദത്തിൽ വന്ന സ്റ്റോറി ആയിട്ടൊരു ദിവസം, ആ കേരളശബ്ദം ലക്കം പുള്ളി ഒരു ദിവസം പാലാരിവട്ടത്ത് പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയാണ്. ഞാൻ അവിചാരിതമായിട്ട് അവിടെ ചെന്നു. അപ്പോൾ എനിക്ക് അന്നും ഈ നയനാരുടെ പ്രസംഗം എനിക്ക് ഇഷ്ടമാണ്. അന്ന് ഏറ്റവും വലിയ നല്ല പ്രാസംഗികൻ എന്ന് പറഞ്ഞതും ജനത്തെ കൂട്ടാൻ കഴിയുന്ന ഒരാൾ EK നയനാരാണ്. VS അല്ലായിരുന്നു. VSന്റെ പ്രസംഗം അറുബോറിനായിരുന്നു. എല്ലാവരും ഇറങ്ങി പോരുന്ന സമയം ഉണ്ടായിരുന്നു. EK നയനാർ അങ്ങനെ. അന്ന് ഞാൻ അവിടെ പാലാരിവട്ടത്ത് പൊതുസമ്മേളനത്തിരിക്കുമ്പോൾ ഞാൻ എഴുതിയ ലേഖനം പുള്ളി ഉയർത്തി കാണിച്ചിട്ട്, ഇതാ ഈ കേരളശബ്ദത്തിൽ ഇന്ന ആള് എഴുതിയ ലേഖനം കണ്ടോ ഗൗരിയമ്മ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗൗരി KR ഗൗരി അഴിമതിക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞ പുള്ളി. അപ്പൊ നമുക്ക് അത് കാണുമ്പോൾ ഒരു സുഖം കിട്ടി, അത്ര ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു ദിവസം, വർഷം ഞാൻ കൃത്യമായിട്ട് ഓർമ്മയില്ല, 95-ലാണോ, 95-ലായിരിക്കുള്ളൂ. അപ്പോൾ മാരാരിക്കുളത്ത് VS അച്യുതാനന്ദൻ മത്സരിച്ച തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ VS ജയിച്ചാൽ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിനെ മാരാരിക്കുളത്ത് നിർത്തിയത്. പക്ഷെ പുള്ളി എന്താ TJ ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു മനുഷ്യനോട് തോറ്റുപോയി, കോൺഗ്രസിന്റെ. അതിനുശേഷം ആര് മുഖ്യമന്ത്രി ആവുന്നുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരു 2-3 ആഴ്ചക്കാലം. പാർട്ടിയിൽ തന്നെ പലവിധ അഭിപ്രായങ്ങളുണ്ട്. അതിൽ അവസാനം ഉയർന്ന 2 പേരുകളാണ് EK നയനാരും അല്ലെങ്കിൽ സുശീല ഗോപാലൻ. മേജർ വിഭാഗം EMS അടക്കമുള്ള ആൾക്കാർ EK നയനാര് മുഖ്യമന്ത്രി ആകണമെന്ന് താല്പര്യമുള്ള ആൾക്കാരായിരുന്നു. കുറച്ച് പേര് CIT ലോബി സുശീല ഗോപാലിൻ്റെ കൂടെയായിരുന്നു. ആ കാലത്ത് അദ്ദേഹത്തിന് EK നയനാർക്ക് കേരളശബ്ദമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. മിക്കവാറും മാനേജിങ് എഡിറ്റർ ഡോക്ടർ BA രാജേഷൻ അദ്ദേഹം വിളിക്കുമായിരുന്നു. അവരാണെങ്കിൽ ഈ നമ്മുടെ മാനേജിങ് എഡിറ്ററും കുടുംബവും എല്ലാം ഇദ്ദേഹം താമസിച്ചിരുന്ന തിരുവനന്തപുരത്ത് ഇടക്കിടക്ക് വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ വലിയ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ മാനേജിങ് എഡിറ്റർ തന്നെയാണ് മുതലാളിക്ക് താല്പര്യം ഈ തവണ EK നയനാരെ മുഖ്യമന്ത്രിയാക്കണം. അപ്പം അദ്ദേഹം ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, EK നയനാരെ പോയി കാണും. ആ പോകുന്ന വഴിക്ക് വലിയൊരു മാല വാങ്ങിക്കണം. മാല വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിലിട്ട് ഒരു വിക്ടറി ചിഹ്നം കാണിക്കണം. എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഫോട്ടോഗ്രാഫർ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, കൃഷ്ണൻകുട്ടി, പിന്നെ മനോഹരൻ, പിന്നെ വേറെ ജയചന്ദ്രൻ, അങ്ങനെ ഞാനുൾപ്പെടെയുള്ള ആൾക്കാരാണ് കേരളശബ്ദത്തിൻ്റെ ജീപ്പിൽ ഈ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. അവിടെ ചെന്ന് പുള്ളിയെപ്പോലെ ഒരു പട്ടിയുണ്ട്, പുള്ളിയുടെ പട്ടിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഭയങ്കര സ്നേഹമാണ് പുള്ളിക്ക് പട്ടിയായിട്ട്. അങ്ങനെ കുറെ തമാശകളൊക്കെ പറഞ്ഞു. എന്താണ് വന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എടാ പോടാന്നൊക്കെ വിളിക്കുള്ളൂ പുള്ളി, പക്ഷെ സ്നേഹം കൊണ്ടാണ്. അതുപോലെ എടാ പോടാന്നൊക്കെ വിളിച്ചിരുന്ന വേറൊരു നേതാവുണ്ട്, വയലാരവി. അത് എടാ പോടാന്നല്ല അദ്ദേഹം വിളിക്കുന്നത്, ബ്ലഡ് യൂസേഴ്സ് റാസ്കൾ എന്നൊക്കെ വിളിക്കുള്ളൂ. പക്ഷെ അദ്ദേഹം അത് സ്നേഹമുള്ളവർക്ക് വിളിക്കുള്ളൂ. സ്നേഹമുള്ള ആൾക്കാർക്ക് മാത്രമേ അദ്ദേഹം ഈ യൂസ്ലെസ് ബ്ലഡി റാസ്കൾ എന്നൊക്കെ വിളിച്ചിട്ടുള്ളൂ. എന്നെ പലവണ്ണം പുള്ളി വിളിച്ചിട്ടുണ്ട്, ഞാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഇടക്ക് എൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞിട്ടുണ്ട്.
എടാ ഞാനത് സ്നേഹം കൊണ്ട് വിളിച്ചല്ലേ. അപ്പൊ വളരെ സാധു മനുഷ്യനാണ്. ഇത് തന്നെ ഗൗരിയമ്മക്കും ഉണ്ട് ഈ ശുണ്ഠി, VS-നും ഉണ്ട്. ഈ 3 പേരും ഈഴവന്മാരാണ്. അതാണ് വേറെ പ്രശ്നം. ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശുണ്ഠിയുള്ള ആൾക്കാർ ഈ ഇപ്പൊ പിണറായി വിജയനുണ്ടെന്ന് തോന്നുന്നു. നേരത്തെ എൻ്റെ എല്ലാം കാലത്ത് ഈ 3 നേതാക്കന്മാർക്കാണ്, ഗൗരിയമ്മ, വയലാരവി ആൻഡ് VS അച്യുതാനന്ദൻ. ഇവർക്ക് ഭയങ്കര ശുണ്ഠിയാണ്. അന്ന് ഞാൻ പറഞ്ഞ അപ്പൊ EK നായനാരെ കാണാൻ ഞങ്ങൾ ചെന്ന് മാലയിട്ട് വിക്ടർ ചിഹ്നം ഉയർത്തി കാണിച്ച് ആ ഫോട്ടോ എടുത്ത് എന്നിട്ട് ഒരു സ്റ്റോറിയും കൊടുത്തു. സ്റ്റോറി അല്ല പ്രധാനം, ഈ ഫോട്ടോ ആയിരുന്നു. അപ്പോൾ കവർ സ്റ്റോറിയാണ്. ആ മുഖ്യമന്ത്രി ആകേണ്ട ഇദ്ദേഹമാണ്. കാരണം ഇദ്ദേഹം അന്ന് പാർട്ടി സെക്രട്ടറിയാണ്. ഈ വിജയത്തിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ചത് EK നായനാരെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു. ഏതായാലും അതൊരു എന്താ EK നായനാരെ മുഖ്യമന്ത്രി ആക്കുന്നതിൽ ഒരു ചെറിയ പങ്ക് വഹിച്ചിട്ടുണ്ട് സംഭവം. അത് മിക്കവാറും ആൾക്കാർക്ക് അറിയാം. അന്ന് കേരള ശബ്ദമാണ് അതിലൊരു പങ്ക് വഹിച്ചതെന്ന്. അതാണ് ഈ നയനാരുമായിട്ടുള്ള ബന്ധം. നയനാരുമായിട്ടുള്ള ഓർമ്മകൾ അങ്ങനെയാണ്. പിന്നെയുണ്ട്, കുറേ ഉണ്ട്, കുറേ എല്ലാം മറന്നുപോയി.